ഓ മൈ ഗോഡിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുപ്രവർത്തകനായ ഭർത്താവ് ഇടപെട്ട ഒരു കേസിൽ വാടകക്കാരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കഥ മെനഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്നിറക്കിവിട്ട കുടുംബം പൊതുപ്രവർത്തകന്റെ വീട്ടിൽ വീട്ടു സാധനങ്ങളുമായി പോയി താമസിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവ അറിഞ്ഞാണ് നമ്മൾ വരുമെന്ന്, അതുകൊണ്ടാണ് കൂട്ടിയിട്ട് പോയിട്ടുള്ളത്. ഭാര്യയെ കുരുക്കാൻ ഭർത്താവ് ശ്രമിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പൂരം എന്തായിരിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നിങ്ങൾ 1.5 ആഴ്ച മുന്നേ വന്ന് വീട്ടില് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് വന്ന് എന്തോന്നാണ് നിങ്ങൾ കാണിച്ചത്? എന്തോന്നാണ് കാണിച്ചത്? വാടക കൊടുക്കാത്തോണ്ടല്ലേ? വാടക കൊടുക്കാത്തെന്ന് വെച്ചാൽ നമ്മള് 3-4 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നതാണ്. ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാണ്. ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞാൽ വാടക കൊടുക്കണ്ടേ? അയാൾ എന്ത് ബുദ്ധിമുട്ട് ജീവിച്ചായിരുന്നറിയോ? അയാൾക്ക് ഇത്രയും നാളും പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ആ വീട്ടിൽ വന്നിട്ട് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് 2-3 ആൾക്കാരെയും വിളിച്ചോണ്ട് വന്ന് അവിടുത്തെ സാധനങ്ങൾ മൊത്തം വാരി എറിഞ്ഞ് ഇതാക്കിയത്. അതിന് നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം? എന്ത് ഇവിടെ വന്ന കാര്യം? ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇന്ന് ഇറങ്ങിക്കൊള്ളണോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോണത് എവിടെങ്കിലും പോണം. അതെവിടെങ്കിലും പോണം. നിങ്ങള് ഇയാള് വന്നിട്ടല്ലേ സാധനം? ഞാൻ മാത്രമല്ലല്ലോ, പുള്ളിയില്ലേ? ഇയാളെ എന്നല്ലേ 2-3 ആൾക്കാരെ വിളിച്ചോണ്ട് വന്നത് അല്ലേ ചേച്ചി? ഇയാളെ എന്നെ വിളിച്ചോണ്ട് വന്ന അയാളെ കൂട്ടാനെന്നും പറഞ്ഞു വിളിച്ചോണ്ട് ആയിക്കോട്ടെ. വാടക കൊടുക്കാത്തോണ്ടല്ലേ? അത് നിങ്ങളതല്ലോ. ഞങ്ങളൊരു പൊതുപ്രവർത്തകർ പല ആൾക്കാർ നമ്മളെ തോന്നുന്നത് അത് ബന്ധപ്പെടുകയും ചെയ്യും. പോന്ന് പറഞ്ഞ അയാൾ ഇന്നലെ വന്നപ്പോ പറഞ്ഞു നിങ്ങൾക്ക് പൈസയും തന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വേലത്തരം അവിടെ കാണിച്ചതെന്ന്. അയാൾ ഇന്ന് പൈസ മേടിച്ച് നിങ്ങൾക്ക് നാണയില്ലേ? 2 പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട്. സാധനം എല്ലാം തള്ളി പൊട്ടിച്ച് വീട്ടിനകത്ത് കയറി എല്ലാ സാധനവും 2-3 ആൾക്കാരെ കൊണ്ടുവന്നു. ഇയാള് പാർട്ടി പ്രവർത്തകർ ഒരിടവും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. നിങ്ങളെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? നിങ്ങൾ ഫോൺ എടുത്താ? ഒരാവശ്യത്തിന് പോകാൻ വന്നേ, സൊസൈറ്റി വരെ പോകാൻ വന്നേ. പോട്ട് വരെ. അപ്പൊ നമ്മളെ ആവശ്യം ഇതാണ്. ഞാൻ ഭാര്യയാണോ? ആള് പാർട്ടി പ്രവർത്തകനൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് 2 പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് ഇങ്ങനത്തെ വേലത്തരങ്ങളാണ് കാണിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഞാൻ കാര്യം പറയാം. ഞങ്ങള് ചേച്ചിയെ പോലെ പെണ്ണുങ്ങളാണ്. ചേച്ചി ഇങ്ങനെ വന്നാണ്. ചേച്ചി എടുത്ത് സംസാരിക്കാൻ. ചേച്ചി കേൾക്ക് ഇയാളുടെ കാര്യം. ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇറങ്ങി പോവരുതെന്ന്. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ ഇവിടെ ചാച്ചനും അമ്മയുണ്ടോ? ഇവിടെ ഇറങ്ങ 3 പേരും കൂടെ ഇറങ്ങും. എവിടാന്ന് വെച്ചാൽ പറ്റത്തില്ല. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ. എവിടെ കൊല്ലം കൂടെ കൊണ്ടോ അവിടെ എല്ലാം കൊണ്ട് എന്നെയും കൂടെ വലിച്ചു. കുടുംബം തകർത്തപ്പോ സമാനമായി. കുടുംബം തകർത്തിയാണ് ഇവര്. എന്തിനാ അവരെ വീട്ടിൽ പോയത്? ഇയാള് എന്തിനു വീട്ടിൽ പോയി? ഒരു കാര്യം ഉണ്ടെങ്കിൽ പല ബന്ധപ്പെടാനായിട്ട് വരും. ഇവര് പൈസ വാങ്ങിച്ചില്ലേ ഇയാള്? ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടില്ലേ? 10-2000 രൂപ ഇല്ല, ഞാൻ മേടിച്ചിട്ടില്ല. ഓ, ഇങ്ങനെ കള്ളത്തരം പറയില്ല കേട്ടോ. എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നീ സൗണ്ട് കാത്തു പറ. പറയുന്നില്ല, എനിക്ക് പറ്റത്തില്ല. എന്റെ പൊന്നേച്ചി, എന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്റെ പൊന്നേച്ചി വീട്ടിനകത്ത് കയറി എല്ലാ സാധനമൊക്കെ TV അടക്കമുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചു. അപ്പൊ നീ സാധനങ്ങളായിട്ട് ഇങ്ങനെ എത്തിയാ കൊണ്ടു? അപ്പൊ കാണും കെട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇത് തന്നെയല്ലേ അപ്പൊ പണി സ്ഥിരം ആൾക്കാരുടെ വീട്ടിൽ പോയി ഇറക്കി വിടല്? ഹലോ അമ്മ, എവിടാ അമ്മേ? നിങ്ങൾ എവിടാ? ആശുപത്രി താക്കോലം കൊണ്ടുപോയോ? എവിടെ നിങ്ങൾ വരുന്നത്? ചേടാ, ഇവിടെ രാമപുരത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്ത് ചേച്ചി എവിടെ ജോലി ചെയ്യുന്നത്? ഹോസ്റ്റലിൽ. ചേച്ചി ഒന്ന് പറഞ്ഞോടി ചേച്ചി. എന്തിനാ ചേച്ചി പൈസ വിടാ? അല്ലെങ്കിൽ ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. എന്തിനാണ് എന്നെയും കൂടി ഇങ്ങനെ ഈ ജീവൻ നശിപ്പിക്കാനായിട്ട് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? എന്തിനാ? നിങ്ങൾ അവരുടെ വീട്ടിലോട്ട് ഇല്ലേ? വാസുദേവൻ തിരുമേനോട് നിങ്ങളെ ഭാര്യയുടെ അടുത്ത് കാര്യങ്ങൾ പറ. നിങ്ങൾ ഇത് പറയാതിരിക്കും.
നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചെടുത്ത് കാര്യങ്ങൾ പറയാൻ. ഇങ്ങോട്ട് വന്നു. എനിക്ക് കേക്കണ്ട, ഞാൻ അതൊന്നും ഇടപെടത്തില്ല. വാസുദേവൻ തിരുമേനി അല്ലാത്ത തിരുമേനി എല്ലായിടവും പോയി കേറിക്കോളൂ. ഞങ്ങളെ കൊല്ലൊടുത്ത് തലമണ്ട ഞാൻ തലി പൊളിക്കുന്നു. കള്ളോ വാസുദേവൻ തിരുമേനിയുടെ നമ്പർ എന്റെ മുന്നിൽ കൊണ്ടുവന്നു. കട്ടിലും മെത്തൊക്കെ ആയിട്ടെങ്കിൽ ഒരു വന്നു. പിന്നെ നമ്മൾ എവിടെ പോവാ? നിങ്ങൾ എവിടെങ്കിലും പോകണോ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നേ. നിങ്ങൾ അവിടെ നിർത്തി ചേച്ചി. നമ്മൾ പിന്നെ എങ്ങോട്ട് പോകണം? ഇയാൾ കാരണം ആവശ്യമില്ലാത്തടത്തൊക്കെ കേറുന്നത് എന്ന് അവിടോട്ട് പോയി. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തേന്? അതെന്താ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നല്ല മനുഷ്യൻ എനിക്ക് വയ്യ, ഞാൻ പോവാ. ചേച്ചി ഇതൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോവാ. ഞാൻ നിങ്ങളുടെ കാശ് മേടിച്ചോ? നിങ്ങളെ രണ്ടിനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് നിങ്ങളെ കാണും. എനിക്കറിയത്തില്ല. ഇവിടെ നീ തുറന്നിട്. ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ അത്? എന്റെ ഹസ്ബൻഡ്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ചേച്ചിക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? പറയണ്ടേ? ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തുവാ? നീ ചുമ്മാ മൂത്തിട് ചേട്ടാ. ഇതൊക്കെ എടുത്തോ, മാറ്റി ചെല്ല്, എടുത്തോണ്ട് പോ. പിടിച്ചോട് ചേച്ചി. ഇതൊന്നും വെക്കണ്ട, ഇവിടെ വെക്കണ്ട, ഇവിടെ ഒന്നും വെക്കണ്ടേ. അങ്ങനെ ഇരിക്കട്ടെ. അത് അകത്തെടുത്ത് വെക്കാടാ. നീ നല്ല ആള് തന്നെ. എന്തുവാ ഇയാളാരാ? പിന്നെ പെൺകുട്ടികളെ പറഞ്ഞ് മറുവഴിയിലാക്കിയിട്ട് എന്താ പറഞ്ഞ? അവർക്ക് കറക്റ്റായിട്ട് വാടക കൊടുക്കണം. ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അടുത്തും ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടും. നിങ്ങളെ പോലെ നമ്മളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. പൈസ കൊടുക്കും ശ്രീത്തണ്ണ കളിക്കാൻ. ഞാൻ പൈസ മേടിച്ച് നീ കണ്ടോ? ആവശ്യമില്ലാത്ത വേറെ വീട് കൊടുത്തോളൂ, പൈസ കൈ കൊടുക്കും. അതെ, നമുക്ക് വേറെ വീട് എടുത്ത് തന്നാ മതി. ഞാനെന്താ നിങ്ങൾ വീട് പിന്നെ ഇവിടെ കയറാൻ പറ്റത്തില്ല. പിന്നെ അയ്യോ ഞാൻ ചോദിച്ചു, പ്രവർത്തകനായോണ്ടല്ലേ അവിടെ വന്ന് ഈ വിഷയം ഉണ്ടായി. ഇപ്പൊ നമുക്കൊരു വിഷയം ഉണ്ടായി. പ്രവർത്തകനല്ലേ ഒരു വീടെടുത്ത് പ്രവർത്തിച്ചതാ. അമ്മ എന്റെ ജോലിയൊന്നുമല്ല. അപ്പൊ അത് നിങ്ങളെ ജോലിയാണ്. ആവശ്യമില്ലാത്തടത്ത് ഇവരെ ഇറക്കി വിട്ടാൽ ജോലിയായിരുന്നോ? ആയിരുന്നോ? അത് തന്നെ നീ ചോദിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടല്ലേ സംഗീത കേട്ടോ? പറഞ്ഞേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നീ ഒരു കാര്യത്തെ ബന്ധപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ കൊച്ചിനെ വീട്ടിൽ വന്ന് നിൽക്കാൻ പിന്നെ ആ കൊച്ചു സംസാരിക്കൂലേ? ഇയാളാണ് ഇതെല്ലാം പിടിച്ച് ഏൽപ്പിച്ചത്? എന്തുവാ ഇവരെ പരിചയപ്പെടുത്തി തന്നേക്കെ ആരാ? ഓ അന്ന് തിരുമേനിയും ഒക്കെ അവരെല്ലാം കൂടെ തോനം കൊണ്ട് അടിച്ചാൽ പൊട്ടിക്കും. തിരുമേനി തിരുമേനി തിരുമേനി. ഈ അന്നെ കൊണ്ട് ഞാൻ കുഴയ കാണല്ലോ. നിങ്ങൾ സാധനം പറഞ്ഞിട്ടു. നിങ്ങൾ അവരോട് അമ്മയോട് സംസാരിച്ചു, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യും. ഇവനോട്ട് സംസാരിച്ചു. അവളോട് സംസാരിക്കുന്നത് ഞാൻ മേടിച്ചില്ല. പോടി, ഞാൻ മേടിച്ചില്ല. പോ, വിളിക്കണ്ട. പോ. ബാക്കി സാധനം എടുക്കാൻ എന്തായാലും എടുത്തോണ്ട് വരുന്നത് സാധനം എല്ലാം ഇവിടെ എടുത്തോണ്ട് പോകും. ഞാൻ പറയണേ, ആണുങ്ങൾ ഇതിനകത്ത് ഇടപെടരുത്. ഇടപെട്ടാ ഞാൻ പിള്ളേരെ വിട്ട് എല്ലാം പറക്കി ഓട്ടോക്കാരന്മാരെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ആൾക്കാർ നോക്കട്ടെ. എനക്ക് എന്താ വേണം? അവരെ എല്ലാം പറ്റിയാണ് ഇരിക്കുന്നത്. എടുത്തു വരാം. എന്തുവാ അമ്മ കൂടെ അങ്ങോട്ട് ബാക്കി സാധനം എടുത്തോണ്ട്. ഇതൊന്നും ഒരു സാധനം എടുക്കാൻ നീ പൈസ മേടിച്ചില്ല. പിന്നെ എടുത്തിപ്പോ ദൂരെ കളയൂല. നീ ആ തൊടു നോക്കി ഓർമ്മിച്ചോ. നീ ആട്ടോ ചുമ്മാര് നിങ്ങൾ വേറെ തരോ. ഈ വീട്ടിൽ ആണുങ്ങളെ കൊണ്ടാണ് പെണ്ണുങ്ങളും കയറി ഇറങ്ങുന്നത്. തിരുമേനി അവരെ ഞാൻ കണ്ടുണ്ട് തിരുമേനിയുടെ തുരുമണിയുടെ ഒക്കെ പുറകിൽ പോവരുതെന്ന്. എല്ലാം പെണ്ണ് പ്രശ്നമാണല്ലോ. എന്തുവാ? എന്താ പെണ്ണ് വിഷയോ? വിഷം മേടിച്ചാന്ന് കൊല്ലിഞ്ഞ് രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുമ്പോ അങ്ങനെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടു പോകും. ആവശ്യമില്ലാത്തടത്ത് പോകുന്നത് എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നേ. എന്തിനു അവർക്ക് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5-6 മാസം കൊണ്ട് അണ്ണാ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ പയ്യന്മാരെ വിളിച്ചോണ്ട് വന്നേ. നീ പയ്യന്മാരെ വിളിച്ചോണ്ട് വന്നേ. നീ പോയിട്ടോ. നീ എന്നെ എന്തോടാ ചെയ്തേ? എന്റെ കുടുംബത്തിനെ നീ ഇന്ന് എടാ പോയിട്ട് വേടാ. നീ വണ്ടി എടുത്തോണ്ട് പോയിട്ട് വേടാ. നീ ചുമ്മാരി. നീ പിന്നെ ഇന്ന് നീ നിങ്ങൾ പൈസ മേടിച്ചില്ലേ? ഞാൻ പൈസ ഒന്നും മേടിച്ചില്ല. നിങ്ങൾ ഗുണ്ടകളെ ഇറക്കി കളിക്കും. നിങ്ങൾ ഗുണ്ടാളെ ഇറക്കി കളിച്ചല്ലേ ഈ പരിപാടി. നമ്മള് ഇത്രയും സാധനങ്ങളായിട്ട് ഈ പെൺകൊച്ചിനെ എനിക്ക് ദേഷ്യം വന്നേട്ടോ. വിളിക്കൂല അയാള് പൈസ മേടിച്ചേക്കുന്നോണ്ട് വിളിക്കൂല. തെറ്റ് ചെയ്യുമോ? സമ്മതിക്കോ?
കള്ളത്തരല്ലേ കാണിച്ചു ഒരെണ്ണം കിട്ടണം അവനെ അയാൾക്ക്. സംസാരിക്കാം അവന്റെ ഭാര്യയെ കൊണ്ട് അണ്ണ കിട്ടട്ടെ ചേച്ചി മിണ്ടായി. അണ്ണാ അവനെ ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ അണ്ണാ അടിക്കല അണ്ണാ അവനെ മാറ്റി അണ്ണാ നിങ്ങൾ ചുമ്മാ എന്റെ എന്തായാലും എന്നിട്ട് എന്നാ പറയുന്ന കാര്യം എന്താ ഞാൻ പറയുന്നത് എന്തുവാണ് ഈ കാണുന്നയൊക്കെ നടക്കുവാ സാധനം. ഇയാള് പൈസ മേടിച്ചോ? ഞാൻ പൈസ മേടിച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ നീ ഉമ്മാരി ആ ഉമ്മാരി ഉമ്മ എന്താ തൊഴില് നീ ആവശ്യമില്ലാത്ത ബന്ധം ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത കാര്യം എന്തോ അവരെ പിടിച്ചോണ്ടിറങ്ങുന്നത്. നീ ഉമ്മാരി ഉമ്മാരി എടാ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. നീ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നീ അവന്റെ പൈസ വാങ്ങിച്ചില്ല നേരത്തെ പറയാ. ഞാനൊന്നും പൈസ ഒന്നും മേടിച്ചിട്ടില്ല. നിങ്ങൾ ഉമ്മാരി നീ കള്ളം പറയരുത് നീ. അണ്ണാ സോറി വന്നേ. എന്ത് മാതിരി തന്നെ എന്റെ കുടുംബത്തിനെ ഇറക്കി വിട്ടാ കേട്ടോ. പ്രശ്നം നടക്കുന്നു ഇവിടം വരെ എന്ന് പറഞ്ഞേ. വിടാം എല്ലാരും ഞാൻ വിടാം. വാങ്ങിച്ചവന്റെ അടുത്ത് വാങ്ങിച്ച നിന്റെ ഭർത്താവല്ലേ? ആ ചോദിക്കാം ഞാൻ ചോദിച്ചോ റെഡിയാക്കി തരാം രണ്ടോ പൈസ ഓർമ്മ നീ പൈസ ഓർമ്മ മര്യാദക്ക് വീട് കൊടുക്കണ്ട. നീ കാടി ഇതിനകത്ത് വെട്ടി പോകുന്നു ഉള്ള സാധനങ്ങൾ എടുത്ത് അകത്ത് വെക്കുന്നു. അവൻ തന്നെ വീട് എടുത്ത് നിന്നോടാ പറഞ്ഞ സാധനം നിങ്ങളെ ആരെ പൈസ മേടിച്ചാ പറയുന്നത് അയാളുടെ വീടല്ലത് എന്റെ വീടാ. അയാളുടെ വീടല്ല. ബാക്കിലോട്ട് ചേച്ചി ആവശ്യമില്ലാത്ത കാര്യം കാണിക്കാതെന്നാ ഞാൻ പറഞ്ഞത്. അയാളെ വീടോ നിങ്ങൾ ഉമ്മാരി അയാള് വിളിക്കൂല പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോ എടുത്ത് പരത്തും. എന്നെ കണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ ഹോസ്റ്റലിൽ പോവാൻ. നിങ്ങൾ വല്ല കാര്യങ്ങളും തീരുമാനിച്ചിട്ട് പോകണം. ഈ ആവശ്യമില്ലാതെ മേടിച്ചോടെ പൈസ. പിന്നെ നിങ്ങൾ മേടിച്ചേക്ക് പൈസ കൊടുക്കാൻ നോക്ക്. ഞാൻ കണ്ട പൈസ മേടിച്ചേ. പിന്നല്ല നിങ്ങളെ വേറെ ആര് വാങ്ങിച്ചത്? നിങ്ങൾ വാങ്ങിച്ചത് തന്നെയാണ് മുതൽ. ഞാൻ വാസ്തവനെ വിളിക്കും. വാസ്തവൻ പറഞ്ഞാൽ നിങ്ങളാ പൈസ വാങ്ങിച്ചോണ്ട് പോയത്. വൈഫിന്റെ പേരിലല്ലേ അവൻ ഗൂഗിൾ പേ ഒന്നും പൈസ മേടിച്ചിട്ടില്ല. നീ വാങ്ങിച്ചോളൂ. ഞാൻ മേടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ഞാൻ മേടിച്ചിട്ടില്ല. ഇവര് പറഞ്ഞിട്ടായിരിക്കും. ചുമ്മാ ഇരിക്കണേ. വെള്ളത്തിലാണോ നീ? ഭാര്യ പറഞ്ഞിട്ടായിരിക്കും. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പൈസ വാങ്ങിക്കും വേണം. അന്തസ് വേണം. അന്തസ് നാണോ മനമില്ലാത്തവൻ. എന്റെ പാവപ്പെട്ട പെൺകുട്ടികളെ നീ ഇങ്ങനെ ഇപ്പൊ എങ്ങനെ തീർന്നു? ഞാൻ പേർ അടുപ്പൂടെ കൂട്ടിക്കൊടു. അണ്ണാ ഞാൻ പറഞ്ഞാൽ കേൾക്കണം. എന്ത് വാങ്ങുന്നേ തന്നെ ഈ കാലത്തിനെ നമുക്ക് പൈസ ബുദ്ധിമുട്ടുള്ള 10,000 രൂപ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങള് വിറക്കി വിട്ടാന്നോട് എന്തോ നീ ചുമ്മാ ഇരിക്കും. നീ അവരെ ഉപയോഗിച്ച് എന്റെ നേരെ ചാടി വരുവാന്ന്. നീ ആൾ കൊള്ളാലോടി. നീ അന്ന് അതുപോലെ ആയിരുന്നു. ആ ബെസ്റ്റ് വണ്ടി കൊണ്ടിട്ട് എന്തുവാ നാട്ടുകാർ കാണട്ടെ. ഏത് നാട്ടുകാർ കാണാനാ? എവിടെ ഇതും പറ്റിപ്പോയില്ല. ഇനിയിപ്പോ എന്തോ കൊടുക്കും? നീ എന്തേലും ഒന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്തത് സംസാരിച്ചു അവരോട് എന്തേലും പറഞ്ഞു. അങ്ങനെ എന്തേലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആർക്കറിയോ? വിളിക്കാൻ പോവാം. ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു പറയട്ടെ. എവിടെ കൊണ്ടുപോവോ? എവിടെ കൊണ്ടുപോവോ? അവന്റെ തല ഇവിടെ കിടക്കും. അയച്ചോട് കേരള കേരള ആ പിന്നെ കേറും കേറും. നടക്കും കൊണ്ട്
സാധനം വലിച്ചെറിയണോ? വന്നേ താനോട് അല്ലേ ഇവിടെ ഇരിക്കും. ആ നീ കയറുമോ? നീ കയറുമോ? എറിയണേ. നമ്മൾ എന്റെ ദൈവം പൊട്ടി. അതെ അവന്റെ പൈസ വാങ്ങിച്ചു എന്നാൽ നിങ്ങൾ അടിക്കും. ഞങ്ങൾ ഇവിടെ കിടക്കും. ഇവിടെ പെൺപിള്ളേ. നീ എന്റെ കയറി എന്നെ വയ്യാതാരാക്കിയിട്ട് ഇവിടെ കയറി താമസിക്കാനും മറ്റോ അടിക്കോ? വണ്ടി താക്കോല് എടുക്കാൻ സമ്മതിക്കാതെ. ഞങ്ങളെ ഇറക്കി വിട്ടതും പോരാ കയ്യും കൂടെ പിടിച്ചോടിക്കണേ. കൊടുക്കരുത്. ആ രണ്ട് കൈയും പിടിച്ചങ്ങോട്ട് മാറ്റങ്ങോട്ട് മാറ്റ്. ഈ വണ്ടി ഞാനങ്ങ് കൊണ്ടുപോകാം. അയ്യോ കൊണ്ടുപോയി എന്നെ കൈ മുറിഞ്ഞ ഉരുട്ടാടാ തള്ളണ തള്ളി കൊണ്ടുപോകണം തള്ളി കൊണ്ടുപോകണം തള്ളണ തള്ളണ മാറിക്കൂടെ തള്ളണ അങ്ങോട്ട് വാങ്ങിട്ട് തള്ളണ അങ്ങോട്ട് തള്ളണ അങ്ങനെയുള്ള നമ്മളെ കാശ് മാറ്റിട്ട് മര്യാദയ്ക്ക് തുറന്ന ഇല്ലെങ്കിൽ ചവിട്ടി തുറക്കും. ഇറങ്ങിയേക്കുന്ന മാറ്റല്ല പാത്രം മനസ്സിലായ ആ പിള്ളേര് പാടുണ്ടാക്കിയാണ് അല്ലേ യമാ അതല്ലേ ചെയ്യണം കൊറേ ദിവസം വന്ന് കൊറേ തിരുമേനിയെ വിളിയടേ. പൂജ ഇറക്കണം അതിന് വിളിക്കാൻ മോള് മോള് മേനെ വിളി ഇരിക്കുന്നു. പൈസ നീ ഞങ്ങള് നീ പൈസ പൈസ കൊടുക്കട്ടെ പൈസ എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ ഇരിക്കണേ. പൈസ ഞാൻ മേടിച്ചിട്ടില്ല. പൈസ കാശു കാശു പറ കൊടു കാശു കൊടുക്കല ഒന്നും കൊടുക്ക ഇതെപ്പോഴും എടുത്ത് വെച്ചിരുന്നു. ആ ഇതെല്ലാം എല്ലാം കൂടെ അറേഞ്ച് ചെയ്തുള്ള പരിപാടി മനഃപൂർവ്വം പൈസ വാങ്ങിച്ചു വെട്ടോത്തി എടുത്തോണ്ട് വരാൻ പറ്റുന്നല്ലേ? കൊള്ളാം. വെട്ടുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് വന്നാ വെട്ടുവോ? പെട്ടെന്ന് പിടിച്ചാലോ? ശരി നീ മാറില്ല. ഇങ്ങനെ ഉണ്ടാ പാരി പാരി നീ വീട്ടിൽ പടി ഇറങ്ങൂല. നീ എന്നാ നിന്റെ ഭാര്യ വെട്ടോത്തി കൊണ്ട് നിന്റെ ഫ്രണ്ടിൽ കാണൂലല്ലോ. ഇറങ്ങടാ വണ്ടിയിൽ ഇറങ്ങുമല്ല തുഴഞ്ഞു അന്ന് ഞാൻ ആ ചേച്ചി എനിക്ക് കൈ വെട്ടോത്തിയായിട്ട് നിക്കുന്നു. നാണയില്ലേ? ഭർത്താവ് പണ്ടോരെ പൈസ പഠിച്ചോണ്ട് വന്നപ്പം വെട്ടോത്തി വെട്ടിക്കണ നമ്മളെ വെട്ടാൻ അത് ഉടിപ്പിച്ചൊക്കെയാണ്. ചിരിക്കുന്ന അവരെ കൂസില്ല ചിരിക്കാണ്. ഒരു കൂസലും ഇല്ല. നിങ്ങള് സാധനം പറയണ്ടോ? ഓരോ സാധനം എടുക്കൂല. മോളെ ഇനി സാധനം തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാലോ. പ്രൊട്ടക്ഷൻ പോയാടാ? പ്രൊട്ടക്ഷൻ പോയാ? പേടിക്കണം. അതിന്റെ അവരെ കാച്ചു കൊടുക്കാൻ നീ വിശാനെ വിളിച്ചോടി. ഇനി നീ അവര് സാധനം കയറ്റുമ്പോ
വെട്ടിക്കയറ്റി തരും ഞാൻ. വെട്ടിക്കയറ്റി മാറി. അണ്ണാ ആഹാ മാറി മാറി മാറി. അണ്ണാ സ്ത്രീകളെ ദേഹത്ത് തുടല് നിങ്ങൾ മാറേ എന്നെ തീക്കും പിന്നെ ചേച്ചി മാറിയില്ലേ? ഞാൻ തീക്കും അണ്ണാ അണ്ണാ, നിങ്ങൾ ദേഹത്ത് തുടല്. ചുമ്മാ ഇരി. അണ്ണാ, ഞാൻ അവനെ പിടിച്ചു നമുക്ക് വെച്ചാ ജീവിക്കണം. ഇവരെ പോലെ വാടക അടിക്കുന്ന നമ്മളെ കുടുംബത്തിലാണ്. ഇവൻ പൈസ വാങ്ങിച്ചിട്ട് ഭാര്യയുടെ പേര് ഗൂഗിൾ പേയിന്റ് എന്താ പൈസ വാങ്ങിച്ച് ബാസ്തവനെ വിളിക്കണം. ബാസ്തവനെ വിളിക്കടാ. ബാസ്തവനല്ല ബാസുദേവൻ. ഇയാള് സത്യം പറ, ഭാര്യ പറഞ്ഞിട്ടല്ലേ ഇയാള് വാങ്ങിച്ചത്? നിങ്ങൾ ചുമ്മാരിക്കണേ. ഭാര്യ എന്നെ എല്ലാത്തിനും കൂട്ട്. പിന്നെ പിന്നെ എന്തേലും പറയണം? നിങ്ങൾ എന്നെയാണ് ഇങ്ങനെ എല്ലാത്തിനും കൂട്ട്. ഇത്രയും വേണ്ട. ഇപ്പൊ കണ്ണി കണ്ട കാര്യം പറയുന്നത്. കൊച്ചാരി രണ്ടും കൂടെ വെട്ടി രണ്ടൂടെ ഈ നേരത്തെ കൈ ചൂടാ. ചേട്ടൻ അവരെ ദേഹത്തോടെ അറിയില്ല. പൈസ നിങ്ങൾ വാങ്ങിച്ചോ ഇല്ലേ? വാങ്ങിച്ച് വാങ്ങിച്ചോ? പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്തോന്ന് ഹാ എന്നെ പറ്റിച്ചില്ലയോ? എന്തോന്ന് ഹാ എന്തോന്ന് ഹാ എന്തോന്ന് ഹിന്ദി പറയാ. മാസ്ക് മാറ്റി എന്ത് ചെയ്യും നിങ്ങൾ? പൈസ തരുമോ? എന്നെ പറ്റിച്ചു. കൗമുദി എന്നാണ് ഈ വെളിപ്പാട്ടുമായിട്ട് വന്നത്. Oh my God എന്നാണ് വന്നത്. കടിച്ച് കടിച്ച് രണ്ട് ക്യാമറ കരച്ചില്ലല്ല കരച്ചിലല്ല, കടിച്ച് പറക്കലാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.